നമസ്തേ. ധനന്തൻ വേദനിക്കുകയാണ്. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകൾക്ക് മുമ്പ് നെല്ലിക്കുഴിയിൽ വന്ന പത്തനാപുരത്തൊരു പേഷ്യൻ്റ് ഉണ്ട്. ആർട്ടിഫാക്റ്റഡ് കൂടി ബോഡി മുഴുവൻ പെയിനും നീർക്കെട്ടുമാണ്. കേരളത്തിലെ അതിപ്രശസ്തമായ ഹോസ്പിറ്റലുകൾ, ആയുർവേദമായിക്കൊള്ളട്ടെ, അലോപ്പതി ആയിക്കൊള്ളട്ടെ, പ്രഗത്ഭരായ ഡോക്ടർമാരായിക്കൊള്ളട്ടെ, അവരെല്ലാം കൈയൊഴിഞ്ഞ ആ വീട്ടമ്മയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തതാണ്. നെല്ലിക്കുഴിയിൽ വന്നതിന് ശേഷം ഞാൻ അഡ്മിഷൻ കട്ടപ്പനയിലേക്ക് ക്ഷണിച്ചു. കട്ടപ്പനയിൽ വന്നു, ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ആ മാഡം പറയുന്നു, എൻ്റെ നല്ലൊരു ശതമാനം വേദനയും കുറഞ്ഞു, എൻ്റെ ശരീരത്തെ മുഴുവൻ നീർക്കെട്ടുകൾ കുറഞ്ഞു, ഞാൻ സന്തോഷവതിയാണെന്ന്. ഇവിടെ എല്ലാം ചെറിയ പെയിനുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം, മാഡം ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ആറ്റുകാൽ പൊങ്കാലയിട്ട് അതിനുശേഷം നേരെ ഗുരുവായൂരിലേക്ക് പോയി ഭഗവാന്റെ സന്നിധിയിൽ നിന്നും പ്രസാദവും മഞ്ഞപ്പട്ടും കൂടെ എൻ്റെ കരങ്ങളിലേക്ക് തന്നിട്ടാണ് മാഡം അഡ്മിഷൻ എടുക്കുന്നത്. എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ അച്ഛൻ എനിക്കിട്ട നാമധേയം ധന്വന്തരൻ എന്നാണ്. പാലാഴി മദന സമയത്ത് മഹാവിഷ്ണു അംശാവതാരമെടുത്ത് ധന്വന്തരിയായി ഈ ഭൂമിയിലേക്ക് ഔഷധം കൊണ്ടുവന്ന ആ മഹാമൂർത്തി, ആ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും മഞ്ഞപ്പട്ടുമായിട്ട് ആ വീട്ടമ്മ ഇവിടെ എത്തി. ഇന്നും എൻ്റെ ഇവിടെ അഡ്മിറ്റാണ്. ഏത് ഡോക്ടർമാർക്കോ ഏത് നിരീക്ഷകർക്കോ വേണമെങ്കിൽ ആ വീട്ടമ്മയോട് വേണമെങ്കിൽ സംവദിക്കാം, എന്ത് ചികിത്സയാണ് വൈദ്യർ ചെയ്യുന്നതെന്ന്. ചെറിയ ഔഷധങ്ങൾ കൊണ്ട് മഹാരോഗങ്ങളെ മാറ്റാൻ ഈ ഇരിക്കുന്ന ഈ മൂർത്തിഭാവന് ഭഗവാൻ ഗുരുവായൂരപ്പന് സാധിക്കുന്നുണ്ടെങ്കിൽ, ധന്വന്തരിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഈ പ്രകൃതിയിൽ ആയുർവേദത്തിൻ്റെ മഹത്തരമായ ഒരു ശക്തിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എൻ്റെ പ്രാർത്ഥനയിലും ഇതുപോലെ നിരവധി രോഗങ്ങൾ ക്യൂറാകുമ്പോൾ മനസ്സ് നിറഞ്ഞ ഈ വൈദ്യവൃത്തിയിൽ ഞാൻ അഭിമാനിക്കുന്നു. നമസ്തേ. ധന്വന്തരൻ വേദനിക്കുകയാണ്.